ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ജനങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ള ഒരു ഇതാണ്. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇതിൻ്റെ നിലവിൽ ഇപ്പം കൊണ്ടുവരാനായിരിക്കുന്നത് ഗവൺമെൻറ്. പക്ഷേ അത് നേരത്തെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വരെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ RTO ഓഫീസിൽ പോയി ഫീസ് അടച്ചതിന് ശേഷം ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നമ്മൾ സമീപിച്ചതിന് ശേഷം നമ്മളിത് കാണിച്ചിട്ട് പിന്നെ അദ്ദേഹം ഇതെല്ലാം കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് പരിശോധിച്ച ശേഷം പിന്നീട് വാഹനം എല്ലാ ഭാഗവും സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷം എഞ്ചിൻ നമ്പർ ഫ്രെയിം നമ്പർ വരെ അതുവരെ സൂക്ഷ്മ പരിശോധന നടത്തിയതിന് ശേഷമാണ് പിന്നീട് അതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അങ്ങനെയുള്ള മാനുവലായിട്ടുള്ള ആ ഒരു സംവിധാനം ഗവൺമെൻറ് ഇപ്പം മാറ്റിക്കുറിക്കുകയാണ്. ഇത്രയും ജനങ്ങൾ വാഹനം എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ വാഹനങ്ങളെല്ലാം സ്ക്രാപ്പ് പോളിസിയിലാണ് പോകേണ്ട ആ ഒരു സിറ്റുവേഷൻ വരെയാണ്. ഇതിൽ ചെയ്യണമെന്ന് വെച്ചിരുന്ന ഗവൺമെൻറ് ഇപ്പം നടപ്പിൽ വരുത്തുന്നത് ഇപ്പം കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് തുടങ്ങി. അത് കേരളത്തിലുള്ള 14 ജില്ലകളിലും 28 ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷനുകളാണ് വരുന്നത്. ഒരു ജില്ലയിൽ 2 വെച്ച്. പക്ഷേ അവിടെ ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പം മാനുവലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇതിൽ നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 80% വാഹനങ്ങൾ റിജക്റ്റ് ചെയ്താൽ ഇത്രയും ജനങ്ങൾ ഈ വാഹനങ്ങൾ സ്വന്തം ശരീരത്തെക്കാൾ അപ്പുറമായിട്ടാണ് സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാൽ വാഹനത്തിന് ഒരു ചെറിയൊരു പോറല് പോലും വന്നാൽ അവർക്ക് ഭയങ്കര വിഷമം. അതേ സമയത്ത് സ്വന്തം ശരീരത്തൊരു പോറല് വന്നാൽ അത് നിസ്സാരമായിട്ടേ അത് കളയുള്ളൂ. അത്ര വരെ സ്നേഹിച്ചാണ് കൊണ്ട് നടക്കുന്നത്. ആ വാഹനങ്ങൾ നല്ല രീതിയിൽ 15 വർഷമാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പരിചരിച്ച് നല്ല പുതിയ വണ്ടി എങ്ങനെ കാണുന്നു അതിനേക്കാളും ഭംഗിയായിട്ട് അതിനെ പരിചരിച്ചിട്ടാണ് നേരെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുന്നത്. ചെന്നതിന് ശേഷം അത് പാസ് ചെയ്ത് വരുന്നതിന് പകരം ഈ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ അവിടെ ചെന്നതിന് ശേഷം അതിൻ്റെ പൊല്യൂഷൻ്റെ പിന്നീട് ഇഞ്ചിൻ്റെ കണ്ടീഷൻ, ഇഞ്ചിൻ്റെ ഡെസിബില്, ഹോണിൻ്റെ ഡെസിബില്, പിന്നീട് സൈലൻസറിൻ്റെ ഡെസിബില്, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യണമെന്ന് വെച്ചിരുന്ന ഇതിൻ്റെ റിസൾട്ട് അപ്പോഴും വരില്ല. ഈ ടെസ്റ്റ് കഴിഞ്ഞ അവസാനമാണ് അവസാന ഘട്ടത്തിലാണ് നമ്മൾ അറിയണത്. ഇത് ഏതിലെങ്കിലും ഒന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഇത് പാസ്സാവില്ല. ഒരു വ്യക്തിയുടെ ബാല്യകാല സ്വപ്നമാണ് ഒരു ഇരുചക്ര വാഹനം സ്വന്തമാക്കണമെന്നുള്ളത്. പക്ഷേ അത് പ്രത്യേകിച്ച് റോയൽ ഫീൽഡ് സ്വന്തമാക്കണമെന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. ഇച്ചിരി മെച്ചറാണ്. പക്ഷേ ഈ വാഹനങ്ങൾ അവരുടെ മനസ്സിലുള്ള രീതിക്ക് നല്ല രീതിക്ക് പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് എല്ലാ ജനങ്ങളുടെ ആഗ്രഹം. അതിനോടൊപ്പം ഇപ്പോഴെന്നെ ഗവൺമെൻറ് ഈ കരിമ്പിൽ നിന്നും ചോളനിൽ നിന്നും അരിയിൽ നിന്നും എടുക്കുന്ന എത്തനോൾ എന്ന് പറയുന്നത് അതൊരു ആൽക്കഹോളാണ്. ഈ എത്തനോള് ശുദ്ധമായിട്ടുള്ള പെട്രോളിലും കൂടെ കലർത്തി അതിന് ഇതിൽ കലർത്തി
എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോഴും 20% എത്തനോളും കൂടെ ചേർത്താണ് ഇപ്പോഴെല്ലാം കൂടെ അയക്കുന്നത്. അത് അയച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ വണ്ടികൾക്കും ഇപ്പോഴുള്ള കംപ്ലൈൻ്റ് എന്ന് വെച്ചിരുന്ന എല്ലാ കാർബറേറ്റർ പ്രശ്നം, പിന്നീട് കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത സൈലൻസറിൽ കൂടെ പുക വരുന്നു, പിന്നീട് എഞ്ചിനകത്തുള്ള ഇരുമ്പ് സാധനങ്ങൾ കംപ്ലീറ്റ് നശിച്ചു പോകും, ഇരുമ്പ് റബ്ബർ ഐറ്റംസ് അതെല്ലാം കംപ്ലീറ്റ് നശിച്ചു പോകും. ഇതെല്ലാം നശിച്ച് അങ്ങനെ വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും സ്ക്രാപ്പിലോട്ട് വരാനായിട്ടുള്ള ആ ഒരു പ്രവണതയാണ് ഇപ്പോൾ എല്ലാം പ്രവർത്തിച്ച് വരുന്നത്. പക്ഷേ അങ്ങനെ വന്നതിന് ശേഷം, ഇതെല്ലാം മാറ്റിയതിന് ശേഷം പക്ഷേ എല്ലാവർക്കും പുതിയ വാഹനം സ്വന്തമാക്കാനായിട്ടുള്ള വഴിയാണ്. പക്ഷേ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് അതിൽ ഏറ്റവും കൂടുതൽ ലാഭം വാഹന കമ്പനികൾക്കും സ്ക്രാപ്പ് ചെയ്യുന്നവർക്കുമാണ് ഏറ്റവും കൂടുതൽ ലാഭം വരുന്നത്. പക്ഷേ ഈ ജനങ്ങളെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. പക്ഷേ അത് അവർക്കെന്ന് പറയുന്നത് ഒരു ദിവസം കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഒരു ദൈനംദിന ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചിലവിൻ്റെ പുറത്ത് ചിലവായിട്ട് വരുമ്പോഴത്തേക്ക് ആത്മഹത്യക്കാണ് ഏറ്റവും മുന്നൊരുക്കം വരുന്നത്. പക്ഷേ അത് ഒരിക്കലും വന്നുകൂടാ. പക്ഷേ അതേ സമയത്ത് ഈ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ ഈ വാണിജ്യ വാഹനങ്ങൾ, ടൂറിസ്റ്റ് ടാക്സി അങ്ങനെയുള്ള വാഹനങ്ങൾ കർശനമായിട്ട് പൊതുജനങ്ങൾക്കെല്ലാം കൂടെ ഇത് സഞ്ചരിക്കാനായിട്ട് കൂട്ടായ്മയായിട്ട് സഞ്ചരിക്കാനായിട്ടുള്ള അതുപോലത്തെ ആ തസ്തികയിലുള്ള വാഹനങ്ങൾ കർശനമാക്കിയ ഏറ്റവും നല്ലതാണ്. പക്ഷേ പ്രൈവറ്റ് വാഹനങ്ങളായിട്ടുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും ഇരുചക്ര വാഹനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇളവ് ഗവൺമെൻറ് തന്ന് ഈ ജനങ്ങളെ സംരക്ഷിച്ച് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണമുള്ള ഈ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനായിട്ട് ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട്